അപ്പം ഇതാ ഗൈസ് നമ്മൾ പാർട്ട് 2 വെച്ചതാ വന്നിട്ടുണ്ട്. അപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട്. നല്ല മഴയാണൊക്കെ ഇവിടെ. ഇതൊക്കെ ഈ ഗേറ്റ്സ് ഒക്കെയാണ്, ഈ റിസോർട്ടിൻ്റെ ഗേറ്റൊക്കെയാണ്. ഇതപ്പം നമ്മളിതാ ചുരമെത്തി. നമ്മൾ ചുരം താമരശ്ശേരി ചുരമൊന്നും അല്ല കേട്ടോ, ഇത് നമ്മളെ നന്ദി ഹിൽസിൻ്റെ ചുരമാണ്. അതാ അവിടെ നോക്കാം, നമുക്ക് ഹൈറ്റ് കാണാം. അത്രയ്ക്കും നല്ല വലിയ ഉയരത്തിലാട്ടോ അതൊക്കെ, നല്ല ഉയരം. അതൊക്കെ കാണുമ്പോൾ തന്നെ ഉയരം തോന്നും. അത്രയ്ക്ക് ഉയരമാണ് നമ്മൾ ഹോട്ടലെടുത്തത്. കാരണം നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ട് പൈൻ ടോപ്പിലാണ് നമ്മൾ ഉള്ളത്. അപ്പം നമ്മൾ ഈ ചുരത്ത് കൂടെ തിരിച്ചു പോവാണ്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ബന്നാർഘട്ട ടൈഗർ റിസർവിലേക്ക് പോവുകയാണ് നമ്മളിപ്പം. അപ്പം അവിടെ നല്ല ലെഗ് റൂമൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. സീറ്റൊക്കെ നല്ല കംഫോർട്ടബിൾ ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ഹെഡ് റെസ്റ്റ് ആണെങ്കിൽ നല്ല ബൗൺസിയാണ്, നല്ല രസമാണ്. ബാക്കിലെ സീറ്റ് ആണെങ്കിൽ നല്ല ഇതാണ് കേട്ടോ. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അവിടെ നല്ല ചുരങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളില്ലേ പറമ്പിക്കുളം ടൈഗർ റിസർവിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ നല്ലൊരു വലിയ ചുരമൊക്കെയാണെന്ന്. അതുപോലെ വയനാടിലും ഊട്ടിയിലും ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക, സബ്സ്ക്രൈബും ചെയ്യുക. ഗായ്സ്, ഈ രാവിലെ ഒന്നും അത്രയ്ക്കും മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം ഇവിടെ വണ്ടീൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ മൃഗങ്ങൾക്ക് നല്ല പേടിയാവില്ലേ. അപ്പം അവർ ഇവിടെ തന്നെ ഇരിക്കും. നമ്മളെ രാത്രിയൊക്കെ 10 മണി മുതൽ ആ സമയമൊക്കെ ഉണ്ടാവില്ലേ, ആ സമയത്തിലൊക്കെയാണ് ഈ ആനയും സിംഹവും ഒക്കെ ഇറങ്ങുക. അപ്പം ഈ രാവിലെ ഒന്നും അത്രയ്ക്കും ഒന്നും ഇറങ്ങൂല. പക്ഷേ രാവിലെ വരുന്ന ഒരു ഇതൊറ്റുണ്ടാവും, അതാണ് കുരങ്ങൻ. കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടാവും ഈ ചുരത്തിലൊക്കെ. ഊട്ടിയിലും ഇങ്ങോട്ടും ഒക്കെ പോയാൽ നമുക്ക് കാണാം എത്രയോ കുരങ്ങന്മാർ. അപ്പം ഇവിടെ അത്രയ്ക്കൊന്നുമില്ല, പക്ഷെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടാവും. നല്ല രസമായിരിക്കും ഇവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ. നല്ല ഷൂട്ടൊക്കെ എടുത്താലേ നമ്മൾക്ക് എന്തൊക്കെ കിട്ടും എനിക്കറിയില്ല. നല്ല ഷൂട്ട് എടുത്താൽ നമ്മൾക്ക് എത്രയോ ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല ലൈക്സും വ്യൂസും കിട്ടും. അപ്പം അതാ ഗൈസ്, നമ്മൾ ചുരത്തിൻ്റെ താഴേക്കൊക്കെ ഇറങ്ങുകയാണ്. നമ്മൾ നല്ല കർവൊക്കെ ഉള്ള ചുരമാണ്, നമ്മളെ ഊട്ടിച്ചുരത്തിനെ പോലെ, അല്ല താമരശ്ശേരി ചുരത്തിനെ പോലെ. അപ്പം നമ്മൾ ഒരു ഇതിലേറ്റം കണ്ടിട്ടുണ്ടാവും, നമ്മളെ പടച്ചോനേണ്ട കാത്തോളി എന്ന് പറയുന്നത്. അതുപോലെ ആയിരിക്കും ഇതൊക്കെ, ഈ താമരശ്ശേരി ചുരം. പക്ഷെ ഇത് വേറെ ടൈപ്പ് ചുരമാണ്, നമ്മളെ നന്ദി ചുരം. ഒക്കെ നല്ല കർവുള്ള ഏരിയ ആണ്. അപ്പം നമ്മൾക്ക് അത്രയ്ക്കൊന്നും കിട്ടൂല, നല്ല കർവിയൊക്കെ ആയ ഏരിയ. അപ്പൊ നമ്മൾക്കറിയാം അവിടെ കണ്ടാൽ കോട അതിനോട് താഴെയൊന്നും കാണാൻ പറ്റൂല. അത് കാണാൻ പറ്റാത്തത് കൊണ്ടില്ലേ ഇവിടെ നമ്മളില്ലേ എത്രയ്ക്ക് ഉയരത്തിലല്ലേ. അപ്പല്ലേ നമ്മളെ മേഘങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് താഴോട്ടൊക്കെ വരും, അതാണ് കോട എന്ന് പറയുക. ചിലപ്പോൾ എനിക്കറിയില്ല, നിങ്ങൾക്കറിയാണെങ്കിൽ എനിക്കൊന്ന് കോമെന്റ് ഇട്ടുക. എനിക്ക് വിചാരിക്കുന്നു ഹീറ്റും വെള്ളവും വെച്ചിട്ട് വേപ്പറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഒക്കെ ഉണ്ടാക്കുക ഗായ്സ്. അപ്പം നമ്മൾക്കിതാ നമ്മളെ ഡ്രൈവേഴ്സിൻ്റെ വീട്ടിലേക്ക് പോവാം. സ്റ്റാർട്ട് ചെയ്യാം ഗായ്സ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗായ്സ്, ഞാൻ പോയി പറഞ്ഞു, അയാൾ പറഞ്ഞു നമ്മൾക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾക്ക് സോറി ഗായ്സ്, പക്ഷെ നമ്മൾക്ക് കാണണ്ടായിരുന്നു ഡ്രൈവർ സീറ്റ്.
ഗൈസ് അതപ്പോൾ അവിടെ ഒരു നല്ലൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അറിയില്ല എങ്ങനെ പറ്റിയെന്ന്. ചിലവർ പറയുന്നു അവർ ബസ്സറ്റം തട്ടി വീണതാന്ന്. പക്ഷേ ടയറൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സാധാ പോലെ. അപ്പം ഗൈസ് നമ്മൾ പെട്ടെന്ന് തന്നെയല്ല ബന്നാർഘട്ട പോകുന്നത്. നമ്മളൊക്കെ ചായ കുടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം നമ്മൾക്ക് ഹോട്ടലിൽ നിന്ന് കാണാം ഗൈസ്. അപ്പം ഗൈസ് നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ.